ഹായ് ഓൾ. ഇപ്പം കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികൾ ഏറെ നാളായിട്ട് വെയിറ്റ് ചെയ്തൊരു നോട്ടിഫിക്കേഷനാണ് ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയറിംഗ് കോളേജസിലേക്കുള്ള ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാകുമോ എന്ന തരത്തിൽ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ അതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും അതേപോലെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ചാൻസസും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ കാറ്റഗറി നമ്പർ 64/2021 നോട്ടിഫിക്കേഷൻ വന്നത്. അതിന്റെ ക്വാളിഫിക്കേഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബാച്ചലർ ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആഫ്റ്റർ അണ്ടർഗോയിങ് എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി. ബേസിക് ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഇൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജി ആണ്. അന്ന് നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 39 വയസ്സ് വരെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ആ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 27/7/2024 കട്ട് ഓഫ് മാർക്ക് 36.67, മാക്സിമം മാർക്ക് വന്നിരിക്കുന്നത് 59.33 അപ്പോൾ ഇതുവരെ 162 പേരുള്ള മെയിൻ ലിസ്റ്റിൽ 92 പേർക്ക് അഡ്വൈസസ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം PSCയുടെ പുതിയൊരു ട്രെൻഡ് അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരികയും അതിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പം അത് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം 27/7/2024 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പം ഏകദേശം 2027 ജൂലൈ ആകുമ്പോഴത്തേക്കും ഇതിന്റെ കാലാവധി കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2026 എൻഡിലോ അല്ലെങ്കിൽ 2027 തുടക്കത്തിലോ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഇതിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം ടൈം കിട്ടത്തില്ല പഠിക്കാനായിട്ട്. ഇപ്പം മാക്സിമം 3 മാസത്തെ ഗ്യാപ്പ് ഒക്കെയാണ് ഇപ്പോൾ PSCയിൽ നമുക്ക് എക്സാംസിനായിട്ട് കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഉറപ്പുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻസ് നേരത്തെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് കാണും. എവിടുന്ന് തുടങ്ങണം, ഇതിന്റെ സിലബസ് എന്താണ്, ഇപ്പോൾ പ്രീവിയസ് ഇയറിന്റെ എക്സാം രീതികൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അതിനായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ടൊരു ഫ്രീ വെബിനാർ കൊണ്ടുവരികയാണ്. വെബിനാർ വരുന്നത് 24 ഏപ്രിൽ രാത്രി 8 മണിക്കാണ്. അപ്പം ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനായിട്ട് എങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം, ഇതിന്റെ സിലബസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് മിസ് തരുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിനായിട്ട് ഒരു ലോങ് ബാച്ചിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രോഗ്രാമറിന്റെ റിസൾട്ട് വന്നപ്പോഴും അതിൽ ടോപ്പ് റാങ്കേഴ്സിൽ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലെക്ചർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 10 പേരുള്ള മെയിൻ ലിസ്റ്റിൽ 7 റാങ്ക് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആയിരുന്നു. സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക് ഒക്കെ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആയിരുന്നു. പിന്നീട് അസിസ്റ്റന്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ റാങ്ക് ലിസ്റ്റിൽ 9 പേരുള്ള മെയിൻ ലിസ്റ്റിൽ 5 പേരും നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും നമുക്ക് തന്നെ സ്വന്തമായിരുന്നു. അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ജൂനിയർ ഇൻസ്ട്രക്ടർ തുടങ്ങിയ റിസൾട്ടുകളിലൊക്കെ തന്നെയും ടോപ്പ് റാങ്കിൽ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം നാളെ നിങ്ങൾക്കും ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.